ഹലോ എല്ലാ സ്റ്റുഡൻസിനും സ്റ്റഡി ആൻഡ് ലേൺ വിത്ത് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ബയോളജി എക്സാം കഴിഞ്ഞു അല്ലേ? എല്ലാവരും പരീക്ഷ നന്നായി എഴുതി എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും തന്നെ A+ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ബയോളജി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ SSLC ബയോളജി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. So first question, complete the illustration according to the model. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 2 ബോക്സിലായിട്ട് RNAയും DNAയും തന്നിട്ടുണ്ട്. അതിൽ RNAയിൽ അടങ്ങിയിരിക്കുന്ന ഷുഗർ റൈബോസ് ഷുഗർ ആണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് DNAയിൽ അടങ്ങിയിരിക്കുന്ന ഷുഗർ ഏതാണെന്ന് എഴുതാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. സോ DNA contains ഡിയോക്സി റൈബോസ് ഷുഗർ. Second question, the blood group without antibody is AB. Third question, identify the part of the brain which helps to maintain homeostasis. അതിൻ്റെ കറക്റ്റ് ആൻസർ ഹൈപ്പോതലാമസ്. Fourth question, choose the correct pair. ഇതിലെ കറക്റ്റ് ആൻസർ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതിൻ്റെ കറക്റ്റ് പെയർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ A ആണ്, പ്രൊലാക്റ്റിൻ, പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്. Fifth question, the protein produced through genetic engineering which is used against viral diseases. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇൻ്റർഫെറോൺസ്. ഈ ക്വസ്റ്റ്യൻ മോഡൽ എക്സാമിനും ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Sixth question, identify the word pair relation and fill in the blank. Genetic scissors is to restriction endonuclease. Genetic glue is to dash. ഇതിൻ്റെ ആൻസർ ലിഗേസ് ആണ്. ജനറ്റിക് ഗ്ലൂ ഈസ് ടു ലിഗേസ്. ഇതും മോഡൽ എക്സാമിന് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്. ബട്ട് മോഡൽ എക്സാമിന് ജനറ്റിക് സിസർ ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. ഈ പ്രാവശ്യം ഇന്നത്തെ പരീക്ഷയിൽ ജനറ്റിക് ഗ്ലൂ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Seventh question, which of the following statement is true about yellow spot? ഇതിലെ കറക്റ്റ് ഓപ്ഷൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ D ആണ്. ഓപ്ഷൻ D, this is the point of maximum visual clarity. Eighth question, which is known as youth hormone? യൂത്ത് ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനെയാണ്. Ninth question, identify the protozoal disease. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ A, മലേറിയ. 10th question, which organism belongs to Cercopithecoideae? Cercopithecoideaeയിൽ വരുന്നത് ഓപ്ഷൻ C, monkey ആണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 11, സ്കിൻ ഈസ് കൺസിഡേർഡ് ആസ് ദ സേഫ്റ്റി ഷീൽഡ് ഓഫ് ദ ബോഡി. വൈ? ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ പോയിൻറ്റ്സ് ഞാൻ പറയാം. Skin act as a safety shield that prevents the entry of pathogen into the body. A protein called keratin is found in the epidermis of the skin which will prevent the entry of germs. Keratin ഉള്ളത് കൊണ്ട് it will prevent the entry of germs. Then next point, the sebum produced by the glands keep the skin oily and waterproof. Sebaceous glandil നിന്ന് sebum produce ചെയ്യുന്നത് will keep the skin oily and waterproof. And the last point is sweat act as disinfectants that destroy the germs. Question number 12, correct mistakes if any in the underlined part of the given statements. ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ അണ്ടർലൈൻഡ് പോർഷൻസിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി തിരുത്തി എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കറക്റ്റ് ആൻസർ മാത്രമേ പറയുന്നുള്ളൂ. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് A, സബ്സ്റ്റൻസസ് റെസ്പോൺസിബിൾ ഫോർ ടേസ്റ്റ് ഷുഡ് ഡിസോൾവ് ഇൻ മ്യൂക്കസ് ടു സ്റ്റിമുലേറ്റ് ദ കീമോറിസെപ്റ്റേഴ്സ്. അപ്പോൾ ഇവിടെ മ്യൂക്കസ് ആണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. But mucus is not the correct answer. The correct answer is saliva. So option A should be rewritten as substances responsible for taste should dissolve in saliva to stimulate the chemoreceptors. അതുപോലെ ഓപ്ഷൻ ഡിയിൽ ദ ക്ലസ്റ്റർ ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഓഫ് എ ഹൗസ് ഫ്ലൈ ഈസ് ഐ സ്പോട്ട്. ഐ സ്പോട്ടാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ തിരുത്തി എഴുതേണ്ടത് ദ ക്ലസ്റ്റർ ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഓഫ് എ ഹൗസ് ഫ്ലൈ ഈസ് ഒമെറ്റീഡിയ.
Question number 13. What is the role of mRNA and tRNA in protein synthesis? അതിൽ mRNAയുടെ ഞാൻ ആദ്യം പറയാം. mRNA carries information from the DNA to the ribosomes and controls protein synthesis. ഇനി tRNAയുടെ അടുത്തത് ഞാൻ പറയാം. tRNA brings different kinds of amino acids to the ribosomes. 14th question. Complete the following table appropriately. അപ്പോൾ ഇവിടെ സിംറ്റംസ്, കോസസ്, ഡിസീസ് എന്ന് പറയുന്ന 3 കോളംസ് തന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നും നോക്കാം. അതിൽ ഫസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ സിംറ്റം. അവിടെ 1 എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ എഴുതേണ്ട ആൻസർ ലോസ് ഓഫ് ബോഡി ബാലൻസ്, ഇറഗുലർ മൂവ്മെൻറ്റ് ഓഫ് മസിൽസ്, ഷിവറിങ് ഓഫ് ദ ബോഡി, പ്രൊഫ്യൂസ് സലൈവേഷൻ. അതിൻ്റെ കോസ് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പമിൻ ഇൻ ദ ബ്രെയിൻ ഗെറ്റ്സ് റിഡ്യൂസ്ഡ്. സോ ദ നെയിം ഓഫ് ദ ഡിസീസ് ഈസ് പാർക്കിൻസൺസ്. സോ 3യുടെ അവിടെ നമ്മൾ എഴുതേണ്ടത് പാർക്കിൻസൺസ് ഡിസീസ് എന്നാണ്. ഇനി സെക്കൻഡ് 1ൽ സിംറ്റം തന്നിട്ടുണ്ട്. ലോസ് ഓഫ് മെമ്മറി ആൻഡ് ഇനേബിലിറ്റി ടു ഡു റൂട്ടീൻ വർക്ക്സ്. ആൻഡ് നമ്മളോട് കോസും ഡിസീസും എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോ ഓപ്ഷൻ 2ൻ്റെ അവിടെ നമ്മൾ എഴുതേണ്ട കോസിൻ്റെ അവിടെ എഴുതേണ്ടത് അക്യുമുലേഷൻ ഓഫ് ആൻ ഇൻസോല്യൂബിൾ പ്രോട്ടീൻ ഇൻ ദ ന്യൂറൽ ടിഷ്യൂ ഓഫ് ദ ബ്രെയിൻ, ന്യൂറോൺസ് ഗെറ്റ് ഡിസ്ട്രോയിഡ്. ഇനി 4ത്തിൻ്റെ അവിടെ ഡിസീസിൻ്റെ അവിടെ നമ്മൾ എഴുതേണ്ടത് അൾഷിമേഴ്സ് ഡിസീസ് എന്നാണ്. അടുത്തത് 15th question. We withdraw our hand when accidentally touch on a sharp object. Question A. What kind of response is mentioned here? അതിൻ്റെ ആൻസർ റിഫ്ലെക്സ് ആക്ഷൻ. Question B. Name 2 types of such responses. അതിൻ്റെ ആൻസർ സ്പൈനൽ റിഫ്ലെക്സ് ആൻഡ് സെറിബ്രൽ റിഫ്ലെക്സ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 16. An illustration related to chemical evolution is given below. Complete it appropriately. അപ്പോൾ ഇവിടെ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഇല്ലസ്ട്രേഷൻ തന്നിട്ടുണ്ട്. അതിലെ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസിൻ്റെ താഴെ മോണോസാക്രൈഡ്. അവിടെ ഒരു ബ്ലാങ്ക് ഉണ്ട് മോണോസാക്രൈഡിൻ്റെ താഴെ. അവിടെ നമ്മൾ എഴുതേണ്ട ആൻസർ നൈട്രജൻ ബേസസ്, അമിനോ ആസിഡ്സ് ആൻഡ് ഫാറ്റി ആസിഡ്സ്. ഇനി ഈ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്ന് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്തു എന്നൊക്കെ നമ്മൾ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസിൻ്റെ താഴെ പോളിസാക്രൈഡ്. അതിൽ ബ്ലാങ്ക് 2ൽ നമ്മൾ എഴുതേണ്ട ആൻസർ ന്യൂക്ലിയോടൈഡ്സ്, പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ്. ഇനി ഇതിൽ നിന്ന് ന്യൂക്ലിക് ആസിഡ്സും ലിപ്പിഡ് ലെയറും ഫോം ചെയ്യുന്നു. അതിൽ നിന്ന് ഓപ്ഷൻ 3യുടെ അവിടെ നമ്മൾ എഴുതേണ്ടത് ഫോർമേഷൻ ഓഫ് പ്രിമിറ്റീവ് സെൽ. ഈ ഒരു ഇല്ലസ്ട്രേഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പഠിച്ചവരാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതി കാണും. 17th question. Name the secretions which defend pathogens in the following body parts. അതിൽ എ ഇയർ. ഇയറിലുള്ള സെക്രീഷനാണ് ഇയർ വാക്സ്. സ്റ്റൊമക് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ട്രക്കിയ മ്യൂക്കസ്. യൂറിനറി ട്രാക്ട് ലൈസോസൈം. 18th question. Complete column B of given table using suitable functions given in the box. അപ്പോൾ ഇവിടെ കോളം എയിൽ പ്ലാന്റ് ഹോർമോൺസിൻ്റെ പേരും കോളം ബിയിൽ അതിൻ്റെ ഫങ്ഷൻസും ആണ് നമ്മളോട് എഴുതാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 1 ജിബർലിൻ. ജിബർലിൻ്റെ ഫങ്ഷൻ സ്പ്രൗട്ടിംഗ് ഓഫ് ലീവ്സ്. അടുത്തത് ഓക്സിൻ. ഓക്സിൻ്റെ ഫങ്ഷൻ ഫ്രൂട്ട് ഫോർമേഷൻ. സി അബ്സിസിക് ആസിഡ്. അതിൻ്റെ ഫങ്ഷൻ ഡോർമെൻസി ഓഫ് എംബ്രിയോ. ഡി അബ്സിസിക് ആസിഡ് ആൻഡ് എത്തിലിൻ. അതിൻ്റെ ഫങ്ഷൻ ഡ്രൂപ്പിംഗ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. Question number 19. Write any 2 uses of DNA fingerprinting technology. First point, the hereditary aspects or the hereditary characteristics can be traced by DNA testing. Second point, to identify the real parents in cases of parental dispute. Third point, it helps identify persons found after long period of missing due to natural calamities or war. Fourth point, the real culprit can be identified from among the suspected persons through DNA ടെസ്റ്റിംഗ്. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 പോയിൻ്റ് എഴുതിയാൽ മതി.
Question number 20. Complete the table including the name of endocrine glands and their hormones responsible for the balance of calcium level in the ബ്ലഡ്. അപ്പോൾ ഇവിടെ 3 കോളംസ് ആയിട്ട് തന്നിട്ടുണ്ട്. ഒന്നിൽ കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡ്, പിന്നെ ഹോർമോൺ, ഗ്ലാൻഡ്. അതിൽ എ, കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡ് ഇൻക്രീസ് ആയാൽ ഏത് ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ 1ൻ്റെ അവിടെ എഴുതേണ്ടത്. സോ 1ൻ്റെ അവിടെ നമ്മൾ എഴുതേണ്ടത് കാൽസിട്ടോണിൻ ഹോർമോൺ. ആൻഡ് ഓപ്ഷൻ 2ൻ്റെ അവിടെ നമ്മൾ എഴുതേണ്ട ഗ്ലാൻഡ് തൈറോയിഡ് ഗ്ലാൻഡ്. ഇനി ബി, വെൻ ദ കാൽഷ്യം ലെവൽ ഇൻ ദ ബ്ലഡ് ഡിക്രീസസ്, ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ ഏത് ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ 3യുടെ അവിടെ എഴുതേണ്ടത്. അവിടെ നമ്മൾ എഴുതേണ്ട ആൻസർ പാരാതോർമോൺ. ആൻഡ് പാരാതോർമോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഗ്ലാൻഡ് കോൾഡ് ദി പാരാതൈറോയിഡ് ഗ്ലാൻഡ്. അപ്പോൾ 4ൻ്റെ അവിടെ നമ്മൾ എഴുതേണ്ടത് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. സോ 1ൻ്റെ അവിടെ കാൽസിട്ടോണിൻ, 2ൽ തൈറോയിഡ് ഗ്ലാൻഡ്, 3യുടെ അവിടെ പാരാതോർമോൺ, 4ത്തിൻ്റെ അവിടെ പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്നതാണ് കറക്റ്റ് ആൻസർ എഴുതേണ്ടത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 21. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ക്വസ്റ്റ്യൻ എ, ഐഡൻറ്റിഫൈ ദ ഫോട്ടോ റിസപ്റ്റർ. അതിൻ്റെ ആൻസർ റോഡ് സെൽസ്. ക്വസ്റ്റ്യൻ ബി, നെയിം ദ പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ ദിസ് റിസപ്റ്റർ. The answer is rhodopsin. Question C, write the function of this pigment. It provides vision in dim light. Question D, name the eye defect caused due to the deficiency of this pigment. ഇതിൻ്റെ ആൻസർ night blindness. Question number 22. Analyze the illustration and answer the questions. Question A, fill up 1 and 2. 1ൻ്റെ അവിടെ എഴുതേണ്ട ആൻസർ XX, 2ൻ്റെ അവിടെ എഴുതേണ്ട ആൻസർ XY. Question B, the chromosome of the father determines the sex of the child. Explain. The female produces only one type of egg, each carrying X chromosome, but males produce 2 types of sperms. 50% of the sperm carry X chromosome and the other 50% carry Y chromosome. The sex of the offspring is determined at the time of fertilization. Fertilization of an egg with a sperm carrying Y chromosome will produce a male offspring, while fertilization with sperm carrying X chromosome will give rise to a female offspring. The male produce 2 types of sperms in equal proportion. In sex determination, chromosomes of father determine whether the child is male or female. Question number 23. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 23. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. Question A, identify the illustration. The answer is nucleotide. Question B, what do A and B indicate? A indicate ചെയ്യുന്നത് ഷുഗർ മോളിക്യൂളും B indicate ചെയ്യുന്നത് നൈട്രജൻ ബേസും ആണ്. Question C, name the type of B found only in DNA molecule. DNA മോളിക്യൂളിൽ മാത്രം കാണപ്പെടുന്ന നൈട്രജൻ ബേസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ തൈമിൻ നൈട്രജൻ ബേസ്. Question number 24. Read the statement and answer the questions. Cancer is caused by the uncontrolled division of the cell. Question A, what is the reason for uncontrolled division of cell? The control system of cell division fails and this leads to the uncontrolled cell division. Question B, write any 2 factors causing cancer. Environmental factors, smoking, radiation, virus, hereditary factors. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. C, suggest any 2 measures that reduce the chance for cancer. Do not use tobacco, avoid unnecessary exposure to radiation, eat healthy diet, avoid exposure to industrial and environmental toxin. Question number 25. Complete the following illustration using appropriate statements given in the box. അതിൽ ഞാൻ ആൻസേഴ്സ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. 1ൻ്റെ അവിടെ നമ്മൾ എഴുതേണ്ടത് സെറിബെല്ലം,
2ൻ്റെ അവിടെ മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. 3ൽ തലാമസ്. 4ൻ്റെ അവിടെ സെൻറ്റർ ഓഫ് തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. 5th വണ്ണിൻ്റെ അവിടെ എഴുതേണ്ടത് ഇവോക്ക് സെൻസേഷൻ. 6th വണ്ണിൻ്റെ അവിടെ എഴുതേണ്ടത് അനലൈസസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് സെൻഡ് ടു ദി സെറിബ്രം. സോ ഒന്നുകൂടെ ഞാൻ പറയാം. സെറിബെല്ലം വിൽ മെയിൻറ്റെയിൻ ദ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി ആൻഡ് കോർഡിനേറ്റ്സ് മസ്കുലർ ആക്ടിവിറ്റീസ്. 3യുടെ അവിടെ നമ്മൾ എഴുതേണ്ടത് തലാമസ് ആണ്. തലാമസ് വിൽ ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസ് ആൻഡ് ഓൾസോ അനലൈസസ് ദ ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് സെൻഡ് ടു ദി സെറിബ്രം. ഇനി സെറിബ്രത്തിൻ്റെ ഫങ്ഷൻസ് ആണ് എന്തൊക്കെ? It is the center of thought, intelligence, memory and imagination, and it evokes sensation. Question number 26. Analyze the given table and arrange column B and C according to column A. സോ ഇവിടെ 3 ഡിസോർഡേഴ്സ് തന്നിട്ടുണ്ട്. അക്രോമെഗാലി, ക്രെട്ടിനിസം, ജൈജാൻറ്റിസം. അതിനെ ആസ്പദമാക്കി കോളം ബി ആൻഡ് സി റീഅറേഞ്ച് ചെയ്ത് എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോ ഞാനത് പറയാം. അക്രോമെഗാലിയുടെ അവിടെ കോളം ബിയിൽ നമ്മൾ മാച്ച് ചെയ്യേണ്ടത് എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ആഫ്റ്റർ ദ ഗ്രോത്ത് ഫേസ്. ആൻഡ് സിയുടെ അവിടെ എഴുതേണ്ടത് ഓവർ ഗ്രോത്ത് ഓഫ് ബോൺസ് ഓൺ ദ ഫേസ്, ജോസ് ആൻഡ് ഫിംഗേഴ്സ്. ക്രെട്ടിനിസത്തിൻ്റെ കേസിൽ ഇൻ കോളം ബി വി ഹാവ് ടു റൈറ്റ് ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ ഡ്യൂറിങ് ഇൻഫാൻസി. ആൻഡ് ഇൻ കോളം സി ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഇൻ ചിൽഡ്രൻ. ജൈജാൻറ്റിസത്തിൻ്റെ കേസിൽ ബിയിൽ നമ്മൾ എഴുതേണ്ടത് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ഡ്യൂറിങ് ദ ഗ്രോത്ത് ഫേസ്. ആൻഡ് സിയിൽ എഴുതേണ്ടത് എക്സസീവ് ഗ്രോത്ത് ഓഫ് ദി ബോഡി. Question number 27. Complete the flow chart related to hearing by adding the missing terms. So first one, sound waves. Sound waves will vibrate to pinna. പിന്നയിൽ നിന്ന് ഓഡിറ്ററി കനാൽ, ഓഡിറ്ററി കനാലിൽ നിന്ന് ടിംബാനം, ടിംബാനത്തിൽ നിന്ന് ഇയർ ഓസിക്കിൾസ്, ദെൻ ഓവൽ വിൻഡോ, ഓവൽ വിൻഡോയിൽ നിന്ന് കോക്ലിയ, ദെൻ ടു ദ ഹെയർ സെൽസ്, ദെൻ ഇമ്പൾസ് ഈസ് ഫോംഡ്. Impulses is transmitted by auditory nerve, and next one is cerebrum, and then sense of hearing. Question number 28. AIDS is a dreadful disease caused by HIV. Question A. Which cells in the human body are affected by HIV? The answer is lymphocytes. Question B. Write any 2 ways by which HIV is transmitted. It can be transmitted through sexual contact with HIV infected person, from HIV infected mother to the fetus, or by sharing the syringe and needle used by an AIDS patient, or by receiving blood or organ from an AIDS patient. Question number 29. Processes in the sense of sight is given below. Arrange them in sequential order. ഞാനിവിടെ കറക്റ്റ് ഓർഡർ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ദ കറക്റ്റ് ഓർഡർ ഈസ് ഫസ്റ്റ് വൺ, കോർണിയ റിഫ്രാക്ട്സ് ലൈറ്റ് ഇൻ ടു ദ ഐ. Then light enters through the pupil, falls on the lens. Lens focus the light rays into the retina. Photosensory cells on the retina stimulated. Impulse transmit through optic nerve to the cerebrum and sense of sight. Question number 30. Observe the news given below and answer the questions. The worldwide endeavor to develop a safe and effective COVID-19 vaccine is now bearing fruit. Question A. What are vaccines? Vaccines are substances used for artificial immunization. Question B. Write any 2 components used in the vaccines. Alive or dead or neutralized germs, neutralized toxins, or cellular parts of the pathogens. Question C. Name any 2 vaccines. BCG, OPV, pentavalent, or MMR. Question number 31. Analyze the illustration and answer the question. A. Fill up 1. 1ൻ്റെ അവിടെ നമ്മൾ എഴുതേണ്ട ആൻസർ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. Question B. How natural selection leads into the origin of new species.
According to the theory of natural selection, the organisms are in competition for limited resources, that is, for struggle for existence. Only organisms with favorable variation will survive, and this leads into the evolution of new species with favorable variation. Variations that are inherited through generations and repeated differently help to form species different from their ancestors. Question number 32. Analyze the illustration and answer the questions given below. Question A. Identify the process illustrated here. Answer is phagocytosis. Question B. Name 2 white blood cells performing this function, monocytes and neutrophils. Question C. What is the importance of this process? Engulfing and destroying germs. അടുത്തത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 33. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ എ. ഐഡൻറ്റിഫൈ ദ സെൽ. ഇറ്റ് ഈസ് എ നെർവ് സെൽ ഓർ എ ന്യൂറോൺ. ക്വസ്റ്റ്യൻ ബി. നെയിം ദ പാർട്സ് ലേബിൾഡ് എ ആൻഡ് ബി. ഇതിൽ എ എന്ന് പറയുന്നത് ഡെൻഡ്രോൺ, ബി ഈസ് ദി ആക്സോൺ. ക്വസ്റ്റ്യൻ സി. റൈറ്റ് ഡൗൺ ദ ഫങ്ഷൻ ഓഫ് സി. സി വിൽ സെക്രീറ്റ് ദ ന്യൂറോ ട്രാൻസ്മിറ്റർ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 34. 34th ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് കാണുമായിരിക്കും അല്ലേ. ഇവിടെ പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ് സംഭവിച്ചിരിക്കുന്നത്. എനിവേ ഈ ക്വസ്റ്റ്യൻ്റെ മാർക്ക് ചിലപ്പോൾ എല്ലാവർക്കും കിട്ടുമായിരിക്കും. അപ്പോൾ എനിവേ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ എ. ഐഡൻറ്റിഫൈ 1 and 2. അപ്പോൾ ഇവിടെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻ വിൽ പ്രൊഡ്യൂസ് 2 ടൈപ്സ് ഓഫ് സെൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആൽഫ സെൽസ് ആൻഡ് ബീറ്റ സെൽസ്. അതിൽ ആൽഫ സെൽ വിൽ പ്രൊഡ്യൂസ് ഗ്ലൂക്കോഗോൺ ഹോർമോൺ ആൻഡ് ബീറ്റ സെൽസ് വിൽ പ്രൊഡ്യൂസ് ഇൻസുലിൻ. ആൻഡ് ക്വസ്റ്റ്യൻ ബി. റൈറ്റ് ദ 2 ഫങ്ഷൻസ് ഓഫ് 2. അപ്പോൾ ഇവരിവിടെ ഇൻസുലിൻ ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവണത്. സോ ഇൻസുലിൻ്റെ ഫങ്ഷൻ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഇറ്റ് കൺവേർട്സ് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ ഇൻ ദ ലിവർ ആൻഡ് മസിൽസ്. Question C. Name the condition resulted by the deficiency of insulin. The answer is diabetes. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 35. BCG is the vaccine used against this disease. Question A. Which disease is mentioned here? The answer is tuberculosis. Question B. How this disease transmit from one person to another. ഇത് നമ്മൾ കുറേ പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്, നമുക്കറിയാവുന്ന ആൻസറാണ്. ഇറ്റ് ക്യാൻ സ്പ്രെഡ് ത്രൂ എയർ. When the patient speaks, coughs or sneezes, the pathogens spread into the air and enter the body of others. Question C. Name the bacteria causing this disease. Mycobacterium tuberculosis. Question D. Write any 2 organs affected by this disease. Lungs, kidneys, bones, joints and brain. Question number 36. Redraw the figure. Identify, name and label the following parts. അപ്പോൾ എല്ലാവരും ഈ പടം റീഡ്രോ ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. റീഡ്രോ ചെയ്യുന്നതിന് 1 മാർക്ക് ഉണ്ട്. ഇനി ക്വസ്റ്റ്യൻ എ. ദ പ്രൊജക്റ്റഡ് ട്രാൻസ്പെറൻറ്റ് ആൻറ്റീരിയർ പാർട്ട് ഓഫ് സ്ക്ലീറ. ദ ആൻസർ ഈസ് കോർണിയ. അത് നമ്മൾ ഈ ഡയഗ്രത്തിൽ മാർക്കും കൂടെ ചെയ്യണം. ക്വസ്റ്റ്യൻ ബി. ദ അപ്പർച്ചർ സീൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ദി ഐറിസ്. ദ ആൻസർ ഈസ് പീപ്പിൾ. ക്വസ്റ്റ്യൻ സി. ദ നെർവ് ദാറ്റ് ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ടു ദ ബ്രെയിൻ. ഓപ്റ്റിക് നെർവ്. സോ ഇത്രയുമാണ് നമ്മുടെ ബയോളജി ആൻസർ കീ. എല്ലാവർക്കും തന്നെ A+ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നാളത്തോടെ നമ്മുടെ SSLC എക്സാം കഴിയുകയാണ്. എന്നാലും +1 ബയോളജിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഈ ചാനൽ തുടർന്നും കാണുക, എനിക്ക് വേണ്ട സപ്പോർട്ട് തരിക. നിങ്ങൾ ഈ ചാനലിൽ നോക്കിയാൽ +1 ബോട്ടണിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് കാണാം. സോ ഓൾ ദി ബെസ്റ്റ്, സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ കണക്റ്റഡ് വിത്ത് മീ. താങ്ക്സ് ഫോർ വാച്ചിങ്.